എല്ലാവർക്കും നമസ്കാരം. കിടന്നുകൊണ്ടുള്ള ആസനങ്ങൾ തുടരുകയാണ്. നടുവേദനയ്ക്കും മറ്റും ഗുണകരമായ 1-2 ആസനങ്ങൾ നമുക്കിന്ന് പരിചയപ്പെടാം. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ പരിശീലിക്കുന്നത് കമിഴ്ന്ന് കിടന്നുകൊണ്ടുള്ള ആസനങ്ങളാണ്. അതിലാദ്യത്തേത് മകരാസനം. കമിഴ്ന്ന് കിടക്കുക, കൈകൾ രണ്ടും മടക്കി വെക്കുന്നു, ഒന്നിനു മേലെ മറ്റൊന്നായി വെക്കുന്നു. അതിനുശേഷം നെറ്റിയോ മുഖം ചരിച്ചു വെക്കുകയോ ചെയ്യുക. അതിനുശേഷം വിശ്രമിക്കുക. ഇതാണ് മകരാസനം. വിശ്രമത്തിനുള്ള ആസനമാണിത്. BP, മാനസിക പിരിമുറുക്കം, ഉറക്കമില്ലായ്മ എന്നിവയിൽ നിന്നും വിമുക്തനാകുന്നു. വയറിലെ കുടലുകൾക്ക് സ്വാഭാവികമായ വ്യായാമം ലഭിക്കുന്നു. അതവയെ പ്രവർത്തനക്ഷമമാക്കുന്നു. അതിനുശേഷം എഴുന്നേൽക്കുന്നു. ഇതാണ് മകരാസനം. വിശ്രമിക്കുന്നതിനുള്ള അടുത്ത ആസനമാണ് ബാലാസനം. കമിഴ്ന്ന് കിടക്കുക, അതിനുശേഷം കൈകൾ മടക്കി വെക്കുന്നു, ഒന്നിനു മേൽ മറ്റൊന്നായി വെച്ചതിന് ശേഷം മകരാസനത്തിലെ പോലെ മുഖമോ നെറ്റിയോ കൈകളിൽ മേൽ വെക്കുന്നു. അതിനുശേഷം ഇടത്തെ കാൽമുട്ട് അല്പം മടക്കി വെക്കുന്നു. ഒരു കുട്ടി ഉറങ്ങുന്നത് പോലെ കിടന്ന് വിശ്രമിക്കുക. ഇതാണ് ബാലാസനം. ഒന്നുകൂടി ചെയ്യാം. കമിഴ്ന്ന് കിടക്കുന്നു, അതിനുശേഷം കൈകളിൽ മുഖം ചേർത്ത് വെക്കുന്നു. അതിനുശേഷം വലതുകാൽ അല്പം മുകളിലേക്ക് മടക്കി വച്ചതിന് ശേഷം വിശ്രമിക്കുന്നു. മകരാസനത്തിലെ പോലെ തന്നെയുള്ള എല്ലാ ഗുണങ്ങളും ഇതിനും ലഭിക്കുന്നു. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ക്ഷീണം കുറയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ എഴുന്നേറ്റ് ഇരിക്കുന്നു. ഇതാണ് ബാലാസനം. മകരാസനത്തിൻ്റെ അടുത്ത രീതി, നേരെ നിവർന്ന് കമിഴ്ന്ന് കിടക്കുക. 2 കൈമുട്ടുകളും കൂട്ടിച്ചേർത്ത് ഒരു തൂണ് പോലെ ഉള്ളം കൈകൾ കൊണ്ട് താടിക്ക് താഴെ വയ്ക്കുക. അതിനുശേഷം നെഞ്ചിൻ്റെ ഭാഗം പൊക്കുക, കാലുകളും ചേർത്ത് വയ്ക്കുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ആദ്യം ഓരോ കാലുകൾ മടക്കുകയും നിവർക്കുകയും ചെയ്യുക. കാലിൻ്റെ ഉപ്പൂറ്റി ഇടുപ്പിൻ്റെ ഭാഗത്ത് ടച്ച് ചെയ്യണം. ഇങ്ങനെ 25-30 പ്രാവശ്യം വരെ ഇത് തുടരാം. നട്ടെല്ലിൻ്റെ കണ്ണി അകൽച്ച, പിടലി സംബന്ധമായ പ്രശ്നങ്ങൾ, നടുവേദന, ഇടുപ്പ് വേദന എന്നിവ ഭേദപ്പെടുത്തുന്നു. അതിനുശേഷം വിശ്രമിക്കുക. വിശ്രമിച്ചതിന് ശേഷം 2 കാലുകളും ഒന്നിച്ച് ചെയ്യുക. ശ്വാസമെടുത്തുകൊണ്ട് 2 കാലുകളും ഒന്നിച്ച് മടക്കുക, നിവർത്തുക. ആസ്മ, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, കാൽമുട്ട് വേദന ഇവയ്ക്ക് ഗുണം ചെയ്യും. അതിനുശേഷം വിശ്രമിക്കുക. ഇതാണ് മകരാസനം. ഇതെല്ലാവരും പരിശീലിക്കുക. അടുത്ത ആസനമാണ് ഭുജംഗാസനം. കമിഴ്ന്ന് കിടക്കുക, ഉള്ളംകൈ തറയിൽ വെക്കുക. മകരാസനത്തിലെ പോലെ കിടന്ന് കാൽപാദങ്ങൾ അടുപ്പിച്ച് വെക്കുക. കൈകൾ രണ്ടും ചെസ്റ്റിൻ്റെ ലെവലിൽ വെക്കുക. അതിനുശേഷം ശ്വാസമെടുത്തുകൊണ്ട് കൈകളിൽ മുകളിലേക്ക് പൊങ്ങുക. വയറിൻ്റെ ഭാഗവും ചെസ്റ്റിൻ്റെ ഭാഗവും മുകളിലേക്ക് ഉയരണം. ഇങ്ങനെ 30 സെക്കൻഡ് ഇങ്ങനെ തന്നെ തുടരണം. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് വരുന്നു. ഇങ്ങനെ 5-6 പ്രാവശ്യം
ഇത് ആവർത്തിക്കുക. അതിനുശേഷം താഴേക്ക് വരിക. ഇതാണ് ഭുജംഗാസനം. പിടലി സംബന്ധമായതും നട്ടെല്ലിന് സംബന്ധമായ പ്രശ്നങ്ങൾക്കും നല്ലതാണ്. ഇത് എല്ലാവരും പരിശീലിക്കുക. അതിനുശേഷം വിശ്രമിക്കുക. ഇതാണ് ഭുജംഗാസനം. ഭുജംഗാസനത്തിൻ്റെ അടുത്ത രീതി, കൈകൾ രണ്ടും മടക്കി വെക്കുന്നു. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയരുന്നു. ഇതിനെ പൂർണ്ണ ഭുജംഗാസനം എന്നും പറയും. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കൈകളിൽ മുകളിലേക്ക് പൊങ്ങുന്നു. ചെസ്റ്റിൻ്റെയും വയറിൻ്റെയും ഭാഗം മുകളിലേക്ക് പൊങ്ങി നിൽക്കണം. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് വരുന്നു. ഇതാണ് പൂർണ്ണ ഭുജംഗാസനം. ഇത് ചെയ്യുന്നത് കൊണ്ട് നട്ടെല്ലിൻ്റെ കണ്ണിയകൽച്ചയ്ക്കും മറ്റും പരിഹാരമാണ്. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് വരുന്നു. അതിനുശേഷം വിശ്രമിക്കുന്നു. ഇത് എല്ലാവരും പരിശീലിക്കുക. അടുത്ത ആസനമാണ് ധനുരാസനം. കമിഴ്ന്ന് കിടക്കുക. കാലുകൾ നേരെ വെക്കുന്നു. കാലുകൾ അല്പം മടക്കി വെക്കുന്നു. അതിനുശേഷം കൈകൾ പുറകോട്ട് കൊണ്ടുപോയി കാലിൻ്റെ കണങ്കാൽ ഭാഗത്ത് പിടിക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് കാലിൻ്റെ ഭാഗവും കഴുത്തും നെഞ്ചും എല്ലാം മുകളിലേക്ക് ഉയർത്തുന്നു. ഒരു വില്ല് പോലെ ആയിരിക്കും. 10-20 സെക്കൻഡ് ഇങ്ങനെ തുടരുക. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് പഴയ അവസ്ഥയിലേക്ക് വരുന്നു. വിശ്രമിക്കുന്നു. ഇതാണ് ധനുരാസനം. നട്ടെല്ലിനെ ബലവത്താക്കുന്നു. പിടലി സംബന്ധമായ വേദന, പുറം വേദന എന്നിവയ്ക്ക് ശമനം ലഭിക്കുന്നു. സ്ത്രീകളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് നല്ലൊരു ആസനമാണിത്. എഴുന്നേറ്റിരുന്നതിന് ശേഷം ഒന്നുകൂടി ചെയ്യാം. കമിഴ്ന്ന് കിടക്കുന്നു. കാലുകൾ അല്പം മടക്കി വെച്ച് കൈകൾ പുറകോട്ട് കൊണ്ടുപോയി കാലിൻ്റെ കണങ്കാൽ ഭാഗത്ത് പിടിക്കുന്നു. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് കഴുത്തും ചെസ്റ്റിൻ്റെ ഭാഗവും കാലുകളും മുകളിലേക്ക് ഉയർത്തുന്നു. ഇപ്പോൾ ഒരു വില്ല് പോലെയായിരിക്കും ഇതിൻ്റെ അവസ്ഥ. 10-20 സെക്കൻഡ് ഇങ്ങനെ തുടരുക. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് പഴയ അവസ്ഥയിലേക്ക് വരുന്നു. ഇതാണ് ധനുരാസനം. ഇതെല്ലാവരും പരിശീലിക്കുക. അടുത്ത ആസനമാണ് ശലഭാസനം. കമിഴ്ന്ന് കിടക്കുക. രണ്ട് കൈകളും തുടയുടെ അടിയിൽ അല്ലെങ്കിൽ അരക്കെട്ടിനോട് ചേർത്ത് വെക്കുക. താടി നിലത്ത് ഉറപ്പിച്ചു വെക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് വലതുകാൽ മുകളിലേക്ക് ഉയർത്തുന്നു. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് കൊണ്ടുവരുന്നു. വീണ്ടും ഇടതുകാൽ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്തുന്നു. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് കൊണ്ടുവരുന്നു. ഇത് 5 മുതൽ 7 പ്രാവശ്യം ചെയ്യാം. ഇതാണ് ശലഭാസനം. പുറം വേദന, നടുവേദന, ഇടുപ്പ് വേദന ഇവയ്ക്ക് പരിഹാരമാണ്. ഇങ്ങനെ ചെയ്തതിന് ശേഷം വിശ്രമിക്കുക. ഇതാണ് ശലഭാസനം. ശലഭാസനത്തിൻ്റെ അടുത്ത രീതി, കമിഴ്ന്ന് കിടക്കുക. അതിനുശേഷം കൈകൾ രണ്ടും അരക്കെട്ടിനടുത്ത് വെക്കുന്നു. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാലുകളും ഒരുമിച്ച് മുകളിലേക്ക് ഉയർത്തുന്നു. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് കൊണ്ടുവരുന്നു. ഇതാണ് ശലഭാസനത്തിൻ്റെ മറ്റൊരു രീതി. ഇത് പിടലി സംബന്ധമായ വേദന, സ്പോണ്ടിലൈറ്റിസ് ഇവയ്ക്കെല്ലാം നല്ലതാണ്. ഇത് 3-4 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ വിശ്രമിക്കുക.
ഒന്നുകൂടി ചെയ്യാം. കമിഴ്ന്ന് കിടക്കുക. കൈകൾ രണ്ടും അരക്കെട്ടിനോട് ചേർത്ത് വയ്ക്കുന്നു. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് 2 കാലുകളും മുകളിലേക്ക് ഉയർത്തുന്നു. താടി നിലത്ത് മുട്ടിച്ചു വെക്കണം. വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് കൊണ്ടുവരിക. നട്ടെല്ലുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങൾക്കും നല്ലൊരു ആസനമാണിത്. വളരെ സാവകാശം ഇതെല്ലാവരും പരിശീലിക്കുക. അതിനുശേഷം വിശ്രമിക്കുക. ഇതാണ് ശലഭാസനം. വിശ്രമിച്ചതിന് ശേഷം എഴുന്നേറ്റ് ഇരിക്കുക. ഇനിയും ബാക്കിയുള്ള ആസനങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.